കാട്ടാനയുടെ ചവിട്ടേറ്റ് 3 ദിവസത്തിനിടെ മരിച്ചവർ 4. നാട്ടാന ചവിട്ടിക്കൊന്നവർ 3. കൊടും ചൂടും തീറ്റ കിട്ടാത്തതുമാണ് കാട്ടാനകളുടെ ആക്രമണത്തിന് കാരണമെന്ന് വനം വകുപ്പ്. കൊടുംചൂടിൽ വെടിക്കെട്ടുകൂടി നടത്തിയപ്പോൾ ഉണ്ടായ അസ്വസ്ഥതയാണ് ഒടുവിലത്തെ നാട്ടാൻ ആക്രമണത്തിന് പിന്നിലെന്ന് മൃഗസംരക്ഷണ വകുപ്പ്. മനുഷ്യന് പോലും പുറത്തിറങ്ങാൻ കഴിയാത്ത വേനലാണ്. ആ സമയത്ത് പുറത്തിറങ്ങേണ്ടി വരുന്ന ആനകൾക്കുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് നാട്ടിൽ കാണുന്നത്. എന്നാൽ കാട്ടിലോ? കഴിഞ്ഞ 8 വർഷത്തിനിടയിൽ 192 മനുഷ്യരെയാണ് കാട്ടാന ചവിട്ടിക്കൊന്നത്. 278 പേർക്കാണ് ഗുരുതരമായി പരിക്കേറ്റത്. കടുവയും പുലിയും ഉൾപ്പെടെ മറ്റുള്ള മൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നവർ തുലവും കുറവാണ്. കാട്ടാന തന്നെയാണ് ഏറ്റവും കൂടുതൽ മരണങ്ങൾക്ക് കാരണമാകുന്നതും. പാലക്കാട് 48 പേരെയും ഇടുക്കിയിൽ 40 പേരെയും വയനാട്ടിൽ 36 പേരെയുമാണ് ആന ഇക്കാലത്ത് ചവിട്ടിക്കൊന്നത്. കൊല്ലപ്പെട്ടവരുടെ എണ്ണം കൂടുതൽ പാലക്കാടും ഇടുക്കിയിലുമാണെങ്കിലും ഏറ്റവും കൂടുതൽ കാട്ടാന ആക്രമണങ്ങൾ ഉണ്ടാകുന്നത് വയനാട്ടിലാണ്. പരിക്കേൽക്കുന്നവരും കൂടുതൽ വയനാട്ടിൽ തന്നെ. സ്പോട്ട്ലൈറ്റ് ആരംഭിക്കുന്നു. ആനയെ ഭയന്ന് എത്ര കാലം? അട്ടമലയിൽ സംഭവിച്ചത് മാത്രം നോക്കാം. ഉരുൾപൊട്ടലിനെ തുടർന്ന് ആനത്താര അടഞ്ഞപ്പോൾ പെട്ടുപോയ ആനകൾ അക്രമാസക്തരാകുന്നു. 12 ആനകളാണ് ആനത്താര അടഞ്ഞ് പ്രദേശത്തു തന്നെ തുടരേണ്ടി വന്നത്. ഇത്രയും മാസങ്ങളായിട്ടും കേന്ദ്ര സഹായം കിട്ടിയില്ല എന്നതുപോലെ തന്നെ ഇവയെ മറുകര കടത്തിവിടാനും സാധിച്ചിട്ടില്ല. ഒരാനയ്ക്ക് ദിവസവും വേണ്ടത് 140 പൗണ്ട് തീറ്റയാണ്. അതായത് ഏകദേശം 65 കിലോ എന്ന് പറയാം. കൊമ്പനാനകൾ ദിവസം 220 ലിറ്റർ വരെ വെള്ളം കുടിക്കും. പിടിയാനയ്ക്ക് 160 ലിറ്റർ മുതൽ 220 ലിറ്റർ വരെയും വേണം. 12 ആനകളുള്ള ഒരു കൂട്ടത്തിന് ദിവസം വേണ്ടത് 780 കിലോ തീറ്റയും 2400 ലിറ്റർ വെള്ളവുമാണ്. ഇത് കൂടാതെ ചൂട് കൂടുമ്പോൾ 5000 ലിറ്റർ വരെ വെള്ളം ഇവ ഓരോന്നും തുമ്പിക്കൈയിൽ മുക്കി മസ്തകം വഴി ഒഴിക്കും. ചില ആനകൾക്ക് വെള്ളത്തിൽ ഇറങ്ങിക്കിടക്കുക മാത്രമാണ് ആശ്വാസം നൽകുക. വലിയ ജലാശയങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഓരോ ആനക്കൂട്ടവും കാട് വിട്ട് പുറത്തിറങ്ങുന്നത് ഭക്ഷണവും വെള്ളവും കിട്ടാതെ വരുമ്പോഴാണ്. മനുഷ്യർ സ്വന്തം ആവാസ സ്ഥലത്ത് വെള്ളം കിട്ടാതെ വന്നാൽ പണ്ടൊക്കെ പലായനം ചെയ്യുമായിരുന്നു. ഇപ്പോ സർക്കാരിനെതിരെ സമരം നടത്തി വണ്ടികളിൽ വെള്ളം എത്തിക്കും. ആനകൾക്കും ഒന്നുകിൽ വലിയ തടാകങ്ങളിൽ വെള്ളം ഉറപ്പാക്കണം. ഇതിനായി കൃത്രിമ ജലാശയങ്ങൾ ആവശ്യമെങ്കിൽ നിർമ്മിക്കണം. അതല്ലെങ്കിൽ വെള്ളം വറ്റിയാൽ പൈപ്പ് വഴിയോ വാഹനം വഴിയോ ജലം എത്തിക്കുകയും വേണം. ആ ഒരു ഉത്തരവാദിത്തം വനം മന്ത്രിക്കുണ്ട്. അത് ചെയ്യാനാണ് വനം വകുപ്പിന് ഒരു മന്ത്രിയെ നൽകിയിരിക്കുന്നതും. അല്ലാതെ സ്വന്തം പാർട്ടിയിലെ ആഭ്യന്തര കലഹം തീർക്കുകയല്ല മന്ത്രിയുടെ ജോലി. 2016 നമ്മുടെ സംസ്ഥാനത്ത് കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റത് 16 പേർക്കായിരുന്നു. മരണം 18. 2024 32 പേർക്ക് പരിക്കേറ്റു. അന്ന് 19 പേർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടത്. 2022 24 പേരും 2021 29 പേരും കാട്ടാനയുടെ ചവിട്ടേറ്റ് മരിച്ചു. കടുവ ആക്രമണത്തിൽ വയനാട്ടിൽ മാത്രം 8 വർഷത്തിനിടയിൽ കൊല്ലപ്പെട്ടത് 5 പേരും പരിക്കേറ്റത് 9 പേർക്കുമാണ്. സംസ്ഥാന തലത്തിൽ കൊല്ലപ്പെട്ടത് 6 പേരും പരിക്കേറ്റത് 10 പേരുമാണ്. വയനാട്ടിൽ കൂടാതെ കോഴിക്കോട് ഒരാൾക്ക് പരിക്കേറ്റതും പാലക്കാട് ഒരാൾ കൊല്ലപ്പെട്ടതുമാണ് കടുവ ആക്രമണത്തിൽ ഉണ്ടായിട്ടുള്ളത്. മേഖല തിരിച്ച് ഇത്തരം കണക്കുകൾ വനം വകുപ്പ് എടുക്കുമ്പോഴാണ് പ്രതിരോധം ഫലപ്രദമാവുക. MLA-മാർ ആവശ്യപ്പെടുന്നതനുസരിച്ച് ഫണ്ട് വീതം വയ്ക്കുന്നതിന് പകരം പ്രാദേശിക വിഷയങ്ങൾ അടിസ്ഥാനമാക്കിയുള്ള പ്രവർത്തനമാണ് അനിവാര്യം. വയനാട്ടിലാണ് ഏറ്റവും കൂടുതൽ കാട്ടാന ആക്രമണം ഉണ്ടാകുന്നത്. കടുവ ആക്രമിക്കുന്നതും കൂടുതൽ വയനാട്ടിൽ തന്നെ. ഈ 2 വസ്തുതയും തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു നടപടി സ്വീകരിക്കുക എന്നതാണ് ആദ്യം ഉണ്ടാകേണ്ടത്. വയനാട്ടിലെ ജനതയെ കാട്ടാനകൾക്കും കടുവകൾക്കും മുന്നിലേക്ക് ഇനിയും ഇട്ടുകൊടുക്കരുത്. സർക്കാരുകൾക്ക് ഇതിൽ നിന്നും മാറി നിൽക്കാനുമാവില്ല. വനം വന്യജീവി ആക്രമണം തടയാൻ 5 വർഷത്തേക്കുള്ള പദ്ധതി തയ്യാറാക്കി കേരളം കേന്ദ്രത്തിന് സമർപ്പിച്ചു. എന്നാൽ ആ പദ്ധതിക്കായി പ്രത്യേക ധനസഹായം അനുവദിക്കാൻ കഴിയില്ല എന്നാണ് കേന്ദ്രം മറുപടിയായി നൽകിയത്. നിലവിൽ പ്രോജക്ട് എലിഫന്റ് ഉൾപ്പെടെ 2 പദ്ധതികളിലാണ് കേന്ദ്ര സർക്കാർ പണം അനുവദിക്കുന്നത്. അവ മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ മാത്രമായി വിനിയോഗിക്കാൻ സംസ്ഥാനത്തിന് അനുവാദവുമില്ല. ഇക്കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ മനുഷ്യ വന്യജീവി സംഘർഷം തടയാൻ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തിന് അനുവദിച്ചത് 5,85 ലക്ഷം രൂപ മാത്രമാണ്. സൗരോർജ്ജ വേലി കെട്ടാനും കിടങ്ങുകൾ സ്ഥാപിക്കാനുമൊക്കെ 100 കോടിയിലേറെ രൂപയാണ് സംസ്ഥാനത്തിന് വേണ്ടത്. കിഫ്ബി വഴി ഈ പദ്ധതി ആരംഭിച്ചെങ്കിലും അത് മുന്നോട്ട് നീങ്ങിയില്ല.
കിഫ്ബി വായ്പ സംസ്ഥാനത്തിന്റെ കടമെടുപ്പ് പരിധിയിൽ ഉൾപ്പെടുത്തിയതോടെയാണ് അതുവഴിയുള്ള ചെലവഴിക്കൽ നിർത്തിയത്. ഏറ്റവും കൂടുതൽ വന്യജീവി ആക്രമണങ്ങൾ നടക്കുന്ന സ്ഥലമാണ് വയനാട്. അവിടെ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ റാങ്കിലുള്ള സ്പെഷ്യൽ ഓഫീസറെയും നിയമിച്ചിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 7 വർഷത്തിനിടയിൽ വയനാട്ടിൽ കുഴിച്ചത് കേവലം 4.5 കിലോമീറ്റർ നീളത്തിലുള്ള ആനക്കിടങ്ങാണ്. 100 കണക്കിന് കിലോമീറ്ററുകൾ വനാതിർത്തി ഉള്ളപ്പോഴാണിത്. ആനമതിൽ നിർമ്മിച്ചിട്ടുണ്ട് വെറും 380 മീറ്റർ നീളത്തിൽ. പറഞ്ഞത് കിലോമീറ്റർ അല്ല എന്ന കാര്യം ശ്രദ്ധിക്കണം. സൗരോർജ വേലി വയനാട്ടിൽ നിർമ്മിച്ചത് വെറും 11 കിലോമീറ്റർ ആണ്. സൗരോർജ തൂക്കുവേലി ഉണ്ടാക്കിയത് 32 കിലോമീറ്ററും. എല്ലാം ചേർത്താലും 50 കിലോമീറ്റർ പോലും തികയുകയില്ല. ആകെ 2100 ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള വയനാട്ടിൽ 889 ചതുരശ്ര കിലോമീറ്ററും വനമാണ്. ആ സ്ഥലത്താണ് 7 വർഷം കൊണ്ട് 4.5 കിലോമീറ്റർ ആനക്കിടങ്ങ് കുഴിച്ചതും 380 മീറ്റർ നീളത്തിൽ ആനമതിൽ കെട്ടിയതും സൗരോർജ വേലി ഉണ്ടാക്കിയെന്നും സൗരോർജ തൂക്കുവേലി ഉണ്ടാക്കിയെന്നും ഒക്കെ മന്ത്രി പറയുമ്പോൾ വയനാട്ടിലെ വനം എത്രയാണെന്നുള്ള മറുചോദ്യം പോലും ഇന്നാട്ടിലുണ്ടാകുന്നില്ല. കേന്ദ്രം സഹായിക്കുന്നില്ല എന്ന കാര്യം സത്യമാണ്. പക്ഷേ സംസ്ഥാന വനം വകുപ്പിനെ കൈകെട്ടി നിൽക്കാൻ കഴിയുമോ? വെള്ളം കിട്ടാത്തത് കൊണ്ടാണ് ആന വരുന്നത് എന്ന് പറഞ്ഞത് സമ്മതിച്ചു. പക്ഷേ പരിഹാരം എവിടെ? വനമന്ത്രി സത്യഗ്രഹം ഇരുന്നാണെങ്കിലും പദ്ധതിയുണ്ടാക്കി പണം വാങ്ങിച്ച് പരിഹരിക്കേണ്ട അതീവ ഗുരുതര പ്രശ്നമാണ് നമ്മുടെ സംസ്ഥാനത്തെ വനാതിർത്തികൾ നേരിടുന്നത്. സ്പോട്ട്ലൈറ്റ് ഇനി മറ്റൊരു വിഷയവുമായി നാളെ ഇതേ സമയം